പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും കൊല്ലം പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിൻ്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിൽ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. പൊട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അത് മുൻകൂട്ടി പ്ലാനാണ്. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ വീഡിയോയിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാം. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെയും നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള, അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പുള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ച് വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാൾ അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പല ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോഴാക്കും ഇടയ്ക്ക് മൂന്നാമതൊരാളായിട്ട് ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് കടന്നു വരുമ്പോൾ നല്ല ഫ്രണ്ടും നല്ല റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. പിന്നീട് സങ്കടങ്ങൾ പറഞ്ഞിട്ടത് ഒഴിവാവാൻ പറ്റാത്ത റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇറങ്ങിപ്പോവുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോകണവരിൽ നല്ലൊരു പങ്കുമാരായിരിക്കും വിവാഹിതരായ ആളുകൾ. അപ്പോൾ അത്രയും വലിയ ആവേശവും കെയറിങ്ങും കൊടുക്കുന്ന ആൾ എന്താണ് ഇവൻ്റെ ഭാര്യയ്ക്ക് അത് കൊടുക്കാത്തത്? ഇവൻ്റെ മക്കൾക്ക് ഈ കെയറിങ്ങും സ്നേഹവും പരിഗണനയും കൊടുക്കാത്തത്? അതൊന്നും കൊടുക്കാതെ വേറൊരുത്തൻ്റെ ഭാര്യയോട് ഈ സ്നേഹവും പരിഗണനയും കൊടുക്കണതിന് നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണോ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോണത്? ഒരു തരത്തിലും നിങ്ങളുടെ ലൈഫിൽ ശാശ്വതമായ സന്തോഷം വർക്കത്തും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ലൈഫിൽ അത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടാവും നിങ്ങൾ പോയിട്ടുണ്ടാവും. ഞാൻ കുറ്റം പറയില്ല. കാരണം ഒരു സ്ത്രീയും ഒളിച്ചോടുന്നതല്ല, രക്ഷപ്പെട്ടു പോകുന്നതാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇങ്ങനെ ഓടിപ്പോണവരുള്ളൂ. ബാക്കിയൊക്കെ അവനവൻ്റെ ലൈഫിൽ കുറേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോണതാണ്. ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ചീനച്ചട്ടിയിൽ നിന്ന് വലിയ തീക്കുണ്ടാരത്തേക്ക് ചാടുന്ന അവസ്ഥ അല്ലേ? ഇത്രേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ഒരാൾ വിവാഹിതനായിരിക്കും മിക്കവാറും. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ പോകുന്നവരിൽ നല്ലൊരു പങ്കും എന്താണ് ഈ മുസ്ലിങ്ങളായിട്ട് മാറാൻ കാരണം? താത്തമാരാണ് ഈ പോണത്. കാരണം ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഏതെങ്കിലും മതത്തിന് കുറ്റം പറഞ്ഞതല്ലട്ടാ. കാരണം ഒരു മിസ്സിംഗ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. അതിൽ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏത് പെൺകുട്ടി മിസ്സിംഗ് ആയാലും അതിൽ വരും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അതിൽ പ്രധാനമായിട്ടും കൊല്ലം പിന്നൊന്ന് മലബാർ മേഖലയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വളരെ പാവങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല. ഒരു മിഡിൽ ക്ലാസ്സോ അതിന് മുകളിലുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരാണ് ഇങ്ങനെ ഇറങ്ങിപ്പോണത്. അപ്പോൾ മുസ്ലിം താത്തമാരാണ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് ഇറങ്ങിപ്പോണത്. മക്കളുമായിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ എന്താ അറിയോ? കേസിനൊന്ന് ബലം കുറയും. ഞാൻ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത്ര പോവുക. പിന്നെ ഇവർ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. പാവം ജസീൽ എന്നുള്ള ഭർത്താവ് 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. നല്ലൊരു കാലം അയാൾ നാട്ടിൽ കൂലിപ്പണിയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് മൂപ്പര് ഗൾഫിലാണ്. അപ്പുറത്തുള്ള ഒരാൾ വിവാഹം കഴിഞ്ഞിട്ട് 2-3 മക്കളുള്ള ഒരാൾ. ആ ഭാര്യയുടെ ശാപം തന്നെ പോരെ നിങ്ങളുടെ ലൈഫ് തകരാൻ? നോക്കാച്ചു. അയാളുടെ ഭാര്യ ഇനിയിപ്പോൾ കൊണ്ടുപോയ ഒരാളുടെ ഭാര്യ സമ്മതിക്കണം,
ഇങ്ങോട്ട് കടന്നു വരൂ മക്കളെ, ഞാൻ നിങ്ങളെ സ്വീകരിക്കാമെന്ന് പറയുന്ന ഒരു ഭാര്യ ഉണ്ടാവില്ല. മനസ്സറിഞ്ഞിട്ട് ഒരു ഭാര്യയും രണ്ടാമത്തെ ഒരു ഭർത്താവിന് രണ്ടാമത്തെ ഭാര്യനെ സ്വീകരിക്കില്ല. അപ്പോൾ അതൊന്നുമല്ല വിഷയം. ഇതൊരു നൈമിഷികമായൊരു സുഖമാണ്. ഇങ്ങനെ ഫോണിൽ കൂടെ ബന്ധമുള്ള ഒരു എക്സ്ട്രാ മാറ്റുള്ള അഫെയറുള്ള ഒരു സുഹൃത്ത് നൽകുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, അതിന് ഭയങ്കര ടേസ്റ്റ് തോന്നും. പക്ഷേ ഇത് കാര്യത്തോടടുത്ത് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു സാധനം ഉണ്ടാവില്ലേ. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളൊരു നല്ല കുഴിമന്തി, നല്ലൊരു ബിരിയാണി നമ്മളിങ്ങനെ കഴിക്കും, അതിങ്ങനെ കാണുമ്പോൾ വിശന്നിരിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും തിന്നിങ്ങോട്ട് കഴിഞ്ഞാലേ ഒരു മണിക്കൂറുണ്ട് കഴിഞ്ഞാൽ ആ സാധനം കാഷ്ടമായിട്ടാണ് പോകേണ്ടി വരും. അത് പോയില്ലെങ്കിൽ വേറെ പ്രശ്നമാണ്. കാരണം ഇത് തിന്നുമ്പോഴും അതിനിങ്ങനെ പുറത്തൊക്കെ കാണുമ്പോൾ മന്തി ഇങ്ങനെ ഇരിക്കണത് കാണുമ്പോൾ അത് കാണാനൊരു രസമാണ്. അതിങ്ങോട്ട് തിന്നുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു അനുഭൂതിയാണ്. തീറ്റൊക്കെ ഉണ്ട് കഴിഞ്ഞു ലേശം കൊണ്ട് ഓവറായാലും വയറൊക്കെ ഉണ്ട് വേദന ആയാലും നമുക്ക് തോന്നും തിന്ന ലേശം കൂടിപ്പോയോ. ഇത് തിന്നൽ കഴിഞ്ഞാൽ ഈ സാധനം കളയേണ്ടി വരും. അത് വേസ്റ്റായിട്ട് വൃത്തികേടായിട്ട് മണമായിട്ട് വൃത്തികെട്ട മണമാണ്. ഇതേപോലെയാണ് ഇതുപോലെയുള്ള ബന്ധങ്ങൾ. കാണുമ്പോൾ നല്ല അഴക്, നല്ല അനുഭൂതി. ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അത്രയും പ്രയാസങ്ങളായിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലർ ചോദിക്കും ഇങ്ങനെ പോയാൽ നന്നാവും എന്നുള്ളത്. ഒരു മൊയിലേര് ഭാര്യ ഇങ്ങനെ പോയി, ഒരു മൊയിലേര് ഭാര്യ മൊയിലേര് കാര്യം നോക്കൊന്നുമില്ല. മൊയിലേര് വേറെ മലേഷ്യയിലൊക്കെ പോയിട്ട് വേറെ പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ. ആ പാവം ഭാര്യ ഇവിടെ ഇങ്ങനെ കുറേ റീൽസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് തോന്നിയത് വേറൊരു സൗഹൃദ ബന്ധം ഉണ്ടായി. അയാൾ പറഞ്ഞു നിങ്ങളെ മോനും നിന്നെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയാൾ വേറെ മതക്കാരനായിരുന്നു. എന്നിട്ട് പോലും സമൂഹത്തിൻ്റെ ചോദ്യങ്ങളെയൊക്കെ ഭയന്നിട്ട് അവർ മാറിയിരുന്നു. ഒടുവിൽ അവരെന്ത് ചെയ്തു, അയാളുടെ കൂടെ ഇറങ്ങിപ്പോയി. ഇന്ന് അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു, ഇന്ന് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതയാവാം, കാര്യങ്ങൾ അവതരിപ്പിക്കാം. എനിക്ക് ഇയാളെ കൂടെ ജീവിക്കാൻ വയ്യ, ഇന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഗൾഫിലുള്ള പല ആളുകളോട് നാട്ടിലുള്ള ആളുകളോടൊക്കെ പല ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും വിയോജിപ്പുണ്ട്. ഇനി ഭർത്താക്കന്മാരോടാണ്. ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ വീടോ സ്വർണ്ണോ ആഭരണമൊന്നുമല്ല. അവർക്ക് ചില ഭാര്യമാർക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പോൾ ഒരു സെക്സും അല്ല. ഇത് ഓരോരുത്തർക്കും ഓരോന്നാണ്. 3 തരം സ്ത്രീകളുണ്ട്. ആ 3 തരം സ്ത്രീകളെ നമ്മൾ കൃത്യമായിട്ട് ആണുങ്ങൾ പഠിക്കണം. ഇന്ത്യ ഭാരതത്തിലെ ഏതാണ് അവർക്ക് കിട്ടേണ്ടത് കൊടുത്തെങ്കിൽ മാത്രമാണ് അവരുടെ ഉള്ളിലൊരു മനസ്സംതൃപ്തി ഉണ്ടാവുള്ളൂ. ചില മണ്ടന്മാരായ ആണുങ്ങളുടെ വിചാരം അവൾക്ക് നല്ല സെക്സിൻ്റെ കുറവാണ്, മണ്ണാങ്കട്ടയാണ്, അവൾ കാണുന്നത് ഇതിന് മേറ്റൽ റേപ്പായിട്ടാണ് കാണുക. ചില ആളുകൾ അവൾക്ക് നല്ല കാശിൻ്റെ നല്ല കാറും ഇതൊക്കെ ഉണ്ട്. അവൾക്ക് കാറും സൗകര്യങ്ങളും വീടൊന്നും അല്ല ആവശ്യം. അവൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അതിനാദ്യങ്ങൾ ഈ ഭാര്യമാരെ മനസ്സൊന്നറിയണം, ഒന്ന് ഉള്ളിൽ തുറന്ന് സംസാരിക്കണം. ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല അറിയും. നമ്മൾ ആ പുരുഷന്മാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹവും കാണാതെ അവരുടെ സ്നേഹം കാണാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ക്രൂരതയാണ് ചിന്തിച്ചത്. അത് വേറൊരാളെ പ്രോപ്പർട്ടിയാണ്, വേറൊരാളെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യമൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ല. കാരണം നിങ്ങൾ അവരുടെ പെരുമാറ്റമാണ് പ്രശ്നം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഈ രൂപഭംഗിയൊക്കെ ഇപ്പം കാണുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ള ഒരാളല്ലേ എന്ന് തോന്നും. പക്ഷെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പോകും. ആ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൊണ്ടുപോയോ. കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം, കാമുകിക്ക് കൊടുക്കുന്ന കെയറിങ്, അവരോട് കാണിക്കണ പഞ്ചാരവാക്ക് സ്വന്തം ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്ക്. അതേ സ്നേഹം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരെയാക്കുക എന്നല്ലാതെ ഇതുപോലത്തെ ഒരു രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയുന്നു, ഇങ്ങനത്തെ പോക്കിൽ കൂടുതൽ താത്തമാരാണ്. നിങ്ങൾ എന്നോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ നിരവധി വരുന്ന ഫോട്ടോസുകളിലും വീഡിയോസുകളിലും കാണാം. ഈ കേസ് കൂടുതൽ വരാറാരിലാണ്? നമ്മൾ താത്തമാരാണ്. അപ്പോൾ മഹലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് നമ്മളിതിന് അവയർനെസ് കൊടുക്കണം. സെക്സ് മതിയാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ഇവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം. ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾ 3 ഇനമാണ്. ഞാൻ വേറെ വീഡിയോ പണ്ടത്തൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാ ആ ടോപ്പിക്കായിട്ട് ഞാൻ വേറൊന്ന് ഞാൻ പറയാം. സ്ത്രീകൾ 3 ഇനങ്ങളുണ്ട്. ആ ഒരു മംഗമാരെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, സ്പർശനമംഗ അങ്ങനെ സാധനങ്ങളുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഈ ജനുസിലാണല്ലേ, അതാണ് അവളുടെ പ്രശ്നം, ഞാൻ എന്തൊക്കെ കൊടുത്തിട്ട് അവൾക്ക് മതിയാവാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ആണുങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നിങ്ങൾ കൗൺസിലിങ്ങിന് പോവുകയും ഒരു ഫാമിലി കൗൺസിലിങ്ങിന് നിങ്ങൾ പോവുകയും ആ ഒരു കൺസൾട്ടിങ്ങിൽ നിങ്ങളുടെ ലൈഫിൽ എത്ര നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യണ പോലെ ഒന്ന് നമ്മളെ ലൈഫൊന്ന് നിങ്ങൾ ചാർജ് ചെയ്യും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറും. പിന്നെ ഭർത്താവിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഭാര്യ ക്ഷമിക്കും, ഭാര്യയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഭർത്താവ് ക്ഷമിക്കല്ലേ വേണ്ടത്. അതല്ലടോ ലൈഫ്. അസുഖങ്ങളാണെങ്കിൽ നമ്മൾ ക്ഷമിക്കില്ലേ? അതേപോലെ പല കുറവുകളും പല മനുഷ്യർക്കും ഉണ്ടാവും, പെരുമാറ്റത്തിൽ പ്രശ്നം. ഇനി ഒട്ടും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണെങ്കിൽ മാന്യമായ രീതിയിൽ വിട്ടൊഴിഞ്ഞിട്ട് പോയിട്ട് വേറെ കല്യാണം കഴിക്കുന്നത്. ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങളും കുഞ്ഞിനെയൊക്കെ എടുത്ത് പോകുന്നത് കുഞ്ഞിൻ്റെയും ഭാവി ഇല്ലാതാവും. ഒരുപാട് പേര് വഷളാവാൻ കാരണം ഇനിയിപ്പോൾ ആ ഭാര്യ വന്നാൽ ഈ ഭർത്താവ് തിരിച്ചു കൊടുക്കുമോ?
അപ്പോൾ കുഞ്ഞിൻ്റെ ഭാവി അടക്കം ഇല്ലാതാവാണ്. ഇത്തരം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സ്ത്രീകളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിൽ കുറേ പ്രയാസങ്ങൾ എടുക്കുന്ന ഇത്ര സുഹൃത്തുണ്ടോ, എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവൻ്റെ കൂടെ ജീവിക്കും. നിങ്ങളുടെ ഉള്ളിൽ അന്തക്കടായിട്ട് കുറേ നല്ല സ്വപ്നങ്ങളായിരിക്കും, പക്ഷേ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഞാനൊരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ മഹാപണ്ഡിതൻ്റെ പേരെന്താണെന്നുള്ള എൻ്റെ ചോദ്യം. ഇദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ പുഞ്ചിരി തൂകുന്നൊരു മുഖം, അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ പുഞ്ചിരിക്കുന്നൊരു മുഖം. നമ്മൾ പുഞ്ചിരിക്കുന്ന ഒരാളെ ജീവിച്ചിരിക്കുമ്പോൾ കാണലുണ്ട്, പക്ഷേ മരണസമയത്ത് മുഖത്ത് പുഞ്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തുമാത്രം അള്ളാഹുവിൻ്റെ അടുക്കൽ അനുഗ്രഹീതനായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയൊരു പണ്ഡിതനാണ്. ഇതൊക്കെ ഞാൻ ക്ലൂ ആയിട്ട് ഞാൻ പറയുന്നു. ഈ ഒരു പണ്ഡിതൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.